നമസ്കാരം. ഓണചിത്രങ്ങൾ റിലീസായി. എനിക്ക് ഏറ്റവും പ്രതീക്ഷ തോന്നിയിരുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തത് കിഷ്കിന്ധാകാന്ഡമാണ്. രഞ്ജിത്ത് അയ്യത്താന്റെ കിഷ്കിന്ധാകാന്ഡം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കക്ഷി അമ്മനപ്പിള്ള. അതിലെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് ഇതിലും വർക്ക് ചെയ്തിട്ടുള്ളത്. ബാഹുൽ രമേശ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എഡിറ്റർ സൂരജ്. സൂരജും ആസിഫ് അലിയും ആയിട്ടുള്ള ഇതിന്റെ തൊട്ട് മുമ്പുണ്ടായ സിനിമയാണ് തലവൻ. തലവൻ ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ വളരെയധികം ആളുകളെ ഇംപ്രസ് ചെയ്യിച്ച സിനിമയായിരുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥ തന്നെ വളരെ യുണീക്കാണ്. ഇതുപോലൊരു കഥ മുൻപ് കേട്ടിട്ടില്ല. ഇതിന്റെ അവതരണവും യുണീക്കാണ്. എല്ലാവരും പറയും വ്യത്യസ്തമായ സിനിമ. വ്യത്യസ്തമായ സിനിമ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിലേക്ക് വ്യത്യസ്തത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കഥ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കഥ ആരും കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. പ്രസന്റേഷൻ രീതി തന്നെയാണ് ഭംഗിയായി തോന്നിയത്. പ്രസന്റേഷന്റെ ഒപ്പം തന്നെ ഇതിലെ ഓരോ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ വിജയരാഘവൻ എടുത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു അവാർഡിന് അർഹിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. സ്പോയിലർ ആവുന്ന സംഗതിയാണ്, എന്നാൽ പോലും പറയാതിരിക്കാൻ കഴിയില്ല. ചെറിയ മറവി രോഗമുള്ള ഒരു വ്യക്തി, മറവി രോഗം വരാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സെറ്റിലായിട്ട് വളരെ മനോഹരമായിട്ട് അതിലെ ആങ്കർ പ്രകടിപ്പിക്കുന്നതാണെങ്കിലും അതിലെ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും അതിന്റെ വിശാലമായ സ്പേസ് കൊണ്ട് കുറച്ച് ഒതുങ്ങിയ സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോകുന്ന കോണിപ്പടികൾ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള രീതി വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മളെ അതിന്റെ ഒപ്പം തന്നെ സിനിമയുടെ കഥയായിട്ട് ഏറ്റവും പൊരുത്തപ്പെട്ട് അതിലേക്ക് ഒഴുകി പോകുന്ന രീതിയിൽ, അതിലേക്ക് ലയിച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഹരമായിട്ട് തോന്നിയത്. അതായത് സാധാരണ മിസ്റ്റർ ത്രില്ലർ അല്ലെങ്കിൽ ഏതൊരു ത്രില്ലിംഗ് സംഭവം പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തുമ്പിട്ട് തന്നിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ എല്ലാവരും ഓടുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകന് ഇതിനെക്കുറിച്ച് അറിയാം, അതിന്റെ ഒപ്പം നായകൻ ഓടുന്ന. ഇതൊരു അങ്ങനെയല്ല. ആസിഫ് അലി എല്ലാവരും പെർഫോമൻസിൽ ഗംഭീരമായിട്ടുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രം ആണോ ഈ സിനിമയുടെ ഇത്തരം നൂല് ചുറ്റി കെട്ടിയിട്ടുള്ള സാധനങ്ങൾ അഴിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ അതിനെ സഹായിക്കുന്ന അപരനായിട്ട് കഥാപാത്രമുണ്ട്. അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ പോലും, ലൈക്ക് സഹീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മുൻപുള്ള പല സിനിമകളിലും നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ വളരെ രജിസ്റ്റേർഡ് ആവും. ചെറിയ വേഷമേ ഉള്ളൂ, 1, 2, 3 സീനേ ഉള്ളൂ. അതിലെല്ലാം വരുന്നതിൽ ആ പെർഫോമൻസ് ആ ഒരു സിഗ്നേച്ചർ കുറിച്ചിട്ടിട്ടാണ് പോകുന്നത്. അത് തന്നെ ഈ ഒരു സംവിധായകന്റെ അഭിനേതാക്കളെ ഏത് രീതിയിൽ പെർഫോം ചെയ്യിക്കണം എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡം. എത്രത്തോളം പെർഫോം ചെയ്യണം, ഏത് ലെവലിൽ നിൽക്കണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കഴിവ് വളരെയധികം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്തിന്റെയും ശരിക്കും ഇതൊരു ടീം വർക്ക് ആണെന്നുള്ളതിന്റെ അത് നേരത്തെ പറഞ്ഞ പോലെ ബാഹുൽ രമേശ് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ സൂരജ്, സംവിധായകൻ രഞ്ജിത്ത്, ഇവർ 3 പേരുടെയും നല്ലൊരു ടീം വർക്ക് ആണ് ഇതിന്റെ ഔട്ട്കം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ആസിഫ് അലി ഈസ് പാർട്ട് ഓഫ് ദ ടീം. അതുകൊണ്ട് വളരെ ഇംപ്രസീവ് ആയിട്ട് വളരെ തൃപ്തി തോന്നിയിരുന്നു ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത്. പിന്നെ ഈ സിനിമയുടെ അന്തരീക്ഷവും വീട് പോലും കഥാപാത്രമാണെന്ന് പറയാം. അതുപോലൊരു അന്തരീക്ഷവും വീടോ ഒരുപക്ഷെ ആർക്കറിയാമല്ലോ കണ്ടിട്ടുണ്ടാവും. അത്തരം ഒരു കുറച്ചൊരു നിഗൂഢതയൊക്കെയുള്ള ഒരു വീട്. പക്ഷെ ഒരു നിഗൂഢത എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു അങ്ങനെയുള്ള വളരെ ക്യൂരിയോസിറ്റി ഒന്നും നമ്മൾക്ക് തന്നിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്. ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യമുള്ള എന്താണോ വേണ്ടത് അത്രമാത്രം തന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നു. ഒട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടല്ല കഥ പറയുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഒരു സന്ദർഭത്തിലും പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയില്ലായിരുന്നു. ഓരോ സന്ദർഭങ്ങളിലും ചുരുളഴിയുന്നത് പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗംഭീരമായിട്ടൊരു സിനിമയാണ്. ഈ തൊഴുക്കില് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒഴുക്കില് ഇത് ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കിഷ്കിന്ധാകാന്ഡം തീർച്ചയായും നിങ്ങളെ കാണും. നേരത്തെ പറഞ്ഞതുപോലെ ത്രില്ലർ സിനിമകളുടെ ഒരു പാറ്റേൺ, ഒരു തിയറി ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രസന്റേഷൻ. അത് തന്നെയാണ് എനിക്ക് വളരെ ഹരമായിട്ട് തോന്നിയത്. സിനിമ ഫോളോ ചെയ്യുന്നവർക്ക് ആസിഫ് അലിയും നിഷാനും നമ്മൾ 2009 15 വർഷം മുമ്പ് ഋതുവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കോമ്പിനേഷൻ. അവര് ഇതില് 1-2 സീൻസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണമുണ്ട്. അവരെ വളരെ മെച്യൂറായിട്ട് അന്നത്തെ അഭിനേതാക്കളിൽ നിന്ന് ഇന്ന് കാണുമ്പോൾ മെച്യൂർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയും നമുക്കും വളരെ സന്തോഷം തോന്നുന്ന കുറച്ച് നിമിഷങ്ങളാണ് അവരൊരുമിച്ച് സ്ക്രീനിൽ കാണാനുള്ളത്. നിഷാൻ മാനേജർ
പിന്നെയും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് വില്ലൻ അശ്വിൻ മാത്യു, അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അദ്ദേഹം ഇതിൽ ഒരു ബ്രദർ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ആസിഫ് അലിയുടെ ബ്രദറാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് നേരിട്ട് അഭിനയിച്ചതാണോ അതോ ഓൺലൈനിലൂടെ ഉള്ള ആണോ എന്നുള്ള അറിയില്ല. കാരണം വീഡിയോ കോൺവെർസേഷൻ ആയിട്ടാണ് അദ്ദേഹത്തിന് കാണിക്കുന്നത്. അതുപോലും വളരെ രസമായിട്ട് ആ ഒരു കഥാപാത്രത്തിന് എന്താണോ വേണ്ടത്, അവിടെ എന്താണോ ആ ക്യാരക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം, അതൊക്കെ വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണോ ഒരു കഥാപാത്രത്തിനെ യൂസ് ചെയ്യേണ്ടത്, രഞ്ജിത്ത് ആ ടീമിന് ശരിക്കും ബഹുമാനം തോന്നിയിട്ട് ഒരു അതിന്റെ ഓവറോൾ വർക്ക് ചെയ്തിട്ടുള്ള രീതി വെച്ചിട്ട് ആ ഒരു കുത്തൊഴുക്കില് കിഷ്കിന്ധാകാന്ഡം കാണാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കിഷ്കിന്ധാകാന്ഡം കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.